കഴിഞ്ഞ എപ്പിസോഡ് എവിടെയാണോ അവസാനിച്ചത് അവിടുന്ന് തന്നെയാണ് 8ാം എപ്പിസോഡ് തുടങ്ങുന്നത്. കോക്കോയുടെ ഓർമ്മകൾ മായ്ച്ചു കളയാൻ ഈസ്റ്റിസ് അവളുടെ അടുത്തേക്ക് വരികയാണ്. ഓർമ്മകൾ കളഞ്ഞു കഴിഞ്ഞാൽ മാജിക് മറന്നുപോകുമെന്ന് അവളുടെ പേടി പോലും ഇല്ലാതാകുമെന്ന് അവൻ പറയുന്നു. തങ്ങളുടെ നിരപരാധിത്വം മനസ്സിലാക്കാൻ അഗോത്ത് പരമാവധി പറയുന്നെങ്കിലും അവർ അതൊന്നും വകവയ്ക്കുന്നില്ല. ആ ഒരു നിർണായക നിമിഷത്തിൽ ഭാഗ്യത്തിന് റിച്ചയെ മിന്നൽ വേഗത്തിൽ അവിടേക്ക് പാഞ്ഞെത്തി അവൻ്റെ കയ്യിൽ നിന്ന് ചാടി പിടിച്ചത് തടയുന്നു. ഇതേ സമയം തന്നെ മുകളിൽ നിന്ന് തീഗോളങ്ങൾ പാഞ്ഞെത്തി ഇരുവരെയും ബന്ധിപ്പിച്ചിട്ടുള്ള ആ പെനൻസിലേക്ക് വീണ് അത് കത്തി അമരുകയും ചെയ്യുന്നു. ഇതിലൂടെ കോക്കോയും അഗോത്തും മോചിതരായി താഴേക്ക് പതിക്കുമ്പോൾ അവിടെ താങ്ങി പിടിക്കാൻ ടെറ്റിയും നിൽപ്പുണ്ട്. തുടക്കം തന്നെ കുട്ടികൾ കസറിയിരിക്കുകയാണ്. നൈറ്റ് മൊറാലിസ് സംഘത്തിന് ഇതൊന്നും കണ്ടു നിൽക്കാനാവില്ല. നിയമം തകർത്തിരിക്കുകയാണ് കുട്ടികൾ. അങ്ങനെ നിൽക്കെ കുട്ടികളുടെ ഗുരു കീഫ്രി അവിടേക്ക് എത്തുകയാണ്. ആ മാന്ത്രികയോടവാൾ ചൂണ്ടി അയാൾ ഈസ്റ്റിസിനെ ഭീഷണിപ്പെടുത്തുകയും ആ പെൺകുട്ടികൾ തൻ്റെ വിദ്യാർത്ഥികളാണെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ആ നൈറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. ഭൂപ്രദേശം തന്നെ മാറ്റിമറിക്കുന്ന മന്ത്രങ്ങൾ യുദ്ധാടിസ്ഥാനത്തിൽ പ്രയോഗിക്കുന്നതാണ്. അതിങ്ങനെ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് കേൾക്കുന്ന ഗിഫ്രി അപ്പോൾ തന്നെ എതിർത്തുകൊണ്ട് താൻ അവർക്ക് ഇത്തരം ശക്തമായ ഒരായുധങ്ങളോ വിദ്യകളോ പഠിപ്പിച്ചു കൊടുത്തില്ലെന്ന് നിൽക്കെ ഈസ്റ്റിസിന്റെ ഒരു വാക്ക് കേട്ട് ഞെട്ടുകയാണ്. നീയില്ലെങ്കിൽ ഇതിന് പിന്നിൽ ബ്രിംഡ് ക്യാമ്പ്സിന് പങ്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇത് കേട്ടതോടെ ഗിഫ്രിയുടെ ആത്മവിശ്വാസം പതറുന്നു. ഇതിനെ മോൾറിജിയോ അവർക്ക് നേരെ ഒച്ചവെക്കുകയാണ്. പരസ്പരം വഴക്കടിക്കുന്നതിന് പകരം അവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന നാട്ടുകാരെ സഹായിക്കാൻ പറയുന്നതോടെ നൈറ്റ്സ് മൊറാലിസും കീഫറയും പറഞ്ഞതുപോലെ ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നു. നൈറ്റുകളിൽ ഒരാളായ ലുലൂസി ഇതിനെല്ലാം കാരണമായ മറ്റേ ചെക്കൻ കസ്റ്റസിനെ പരിശോധിച്ച് തൽക്കാലത്തേക്ക് കാലിലെ രക്തസ്രാവം നിർത്താൻ പെനന്റ് ഉപയോഗിച്ച് ഒരു ബാൻഡേജ് തീർത്ത് ചുറ്റുന്നു. ചികിത്സയ്ക്കായി തങ്ങൾക്കവനെ കാലിനിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ വളർത്തച്ഛനായ ദാഗ്ദ അതിന് സമ്മതിക്കുന്നില്ല. അയാൾക്ക് അവനെ പിരിയാൻ വയ്യ. ആ പെനൻസ് അത് തീയിലെരിഞ്ഞു നശിച്ചിട്ടും വീണ്ടും പുനരുജ്ജീവിക്കാൻ കഴിയുമെങ്കിൽ തന്റെ മകനെയും ഇവിടെ വെച്ച് തന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്നും അങ്ങനെ ചെയ്യാനും നിന്ന് സങ്കടത്തോടെ വാശി പിടിക്കുന്നു. എന്നാൽ ലുലൂസി അത് അസംഭവ്യമാണെന്ന് പറഞ്ഞ് ഒടുവിൽ അയാളുടെ അനുവാദം മേടിച്ച് കൊണ്ടുപോവുകയാണ്. ഇതിനുശേഷം നൈറ്റ്സ് മൊറാലിസ് അവരുടെ അന്വേഷണവും ചോദ്യം ചെയ്യലും വീണ്ടും തുടരുന്നു. കോക്കോയെ പരീക്ഷിക്കുന്നതിലൂടെ അവൾ വളരെ ലളിതമായ ഒരടിസ്ഥാന മന്ത്രം മാത്രമാണ് ഉപയോഗിച്ചെന്ന് അവർക്ക് മനസ്സിലാവുന്നു. എന്നിട്ടും ഈസ്റ്റിസിന് അവളെ സംശയമായിരുന്നു. അതുകൊണ്ട് അവൻ അവളുടെ കൈകൾ പരിശോധിക്കുന്നു. കാരണം ബ്രിംഡ് ക്യാപ്സിന്റെ കിണിയിൽ പെട്ടെങ്കിൽ അവർ നീചമായ എന്തെങ്കിലും അടയാളം പെട്ടെന്ന് കാണാൻ കഴിയാത്ത വിധം ഇരയിൽ ഒളിപ്പിച്ചു വയ്ക്കുമെന്നറിയാം. എന്നാൽ ഈസ്റ്റിസിന്റെ കണ്ണിൽപ്പെട്ടത് മഷിയുടെ കറകൾ മാത്രമായിരുന്നു. മാജിക്ക് പിടിക്കാൻ വേണ്ടി അവൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അത് വ്യക്തമാക്കുന്നതായിരുന്നു. എന്തായാലും ദ ഗ്രേറ്റ് ഹാളിൽ ഇതേക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരു പ്രത്യേക അന്വേഷണം നടത്തുമെന്നറിയിച്ച് നൈറ്റ്സ് മൊറാലിസ് സംഘം അവിടുന്ന് പോകുന്നതും അപ്പോഴാണ് കിഫ്രിയുടെ ശ്വാസം നേരെ വീണത്. എത്രയൊക്കെ ശക്തമായി നിന്നാലും ഉള്ളിൽ അയാൾക്കൊരു ഭയമുണ്ട്. കാരണം നൈറ്റ്സ് മൊറാലിസ് മാന്ത്രിക ലോകത്തെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നവരാണ്. അവരോട് കളിക്കുന്നത് അത്ര നല്ലതല്ല. എന്തായാലും വൈകാതെ കല്ലിലും പരുക്കൻ പ്രദേശങ്ങളിലും വരയ്ക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക പേന ഉപയോഗിച്ച് ഓൾഡ്രിജിയോ തകർന്ന ആ പാലം പഴയപടിയാക്കുന്നു. അതിലൂടെ വെള്ളം വീണ്ടും ഒഴുകാൻ തുടങ്ങുന്നെങ്കിലും പുഴ തിരികെ വരുന്നെങ്കിലും പഴയതുപോലെ അത്ര ശക്തമായ ഒഴുക്കിലല്ല. തീർച്ചയായും അഗോത്തിനോടും കോക്കോയോടുമായി കിഫ്രി ശാന്തമായ വാക്കുകളിൽ താക്കീത് നൽകുന്നുണ്ട്. സാധാരണക്കാരുടെ മുന്നിൽ വെച്ച് മാന്ത്രികത ഉപയോഗിക്കാൻ ശ്രമിച്ചത് എത്ര അപകടമാണെന്നും അവരത് കണ്ടെത്തിയിരുന്നെങ്കിൽ സകലരുടെയും ഓർമ്മകൾ നശിപ്പിക്കേണ്ട ദുസ്ഥിതി ഉണ്ടായേനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുവരും ക്ഷമ ചോദിക്കുമ്പോൾ അഗോത്തിന്റെ മനസ്സിൽ കിഫ്രിയുടെ ഈ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് അപ്പോൾ തനിക്കിനി വൈകാതെ ആ പ്രധാന പരീക്ഷണം നടത്താൻ അനുവാദം തരുമെന്ന് ചിന്തിക്കുന്നു. അതായത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്താൻ യോഗ്യയാണെന്ന് തെളിയിക്കുന്ന പരീക്ഷണം. അതല്ലേ അഗോത്തിന്റെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. എന്തായാലും മറ്റേ പാലുണ്ടല്ലോ, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും, അതേപോലെ തന്നെ കിഫ്രി അവിടെ വെച്ച് അവളുടെ ആ പരീക്ഷണം വൈകാതെ ഉണ്ടെന്നും അതിനെ തയ്യാറായിക്കൊള്ളാനും നിർദ്ദേശിക്കുന്നു. ടെറ്റിക്ക് ഇത് കേട്ടിട്ട് അപ്പം ഞങ്ങൾക്കില്ലേ എന്ന കുശുമ്പും. അവിടുന്ന് പോകുന്നതിന് മുമ്പ് കിഫ്രി കോക്കോയുടെ തൊപ്പിയും മഷിക്കുപ്പിയും പൂഴിയിൽ കിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട് അതെടുത്ത് അവൾക്ക് തിരികെ നൽകുന്നു. ഇതെപ്പോഴും പ്രധാനമാണെന്നും കൂടെ കാണണമെന്നും പറഞ്ഞിട്ട്. എന്നാൽ ഉപയോഗത്തിന് ശേഷവും കുപ്പിയിൽ മഷി ഇപ്പോഴും നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ കോക്കോ അതിശയിച്ചു പോയി. ഇനി ഇത് ഒരിക്കലും തീരാത്ത മാന്ത്രികതയുള്ള ഏതെങ്കിലും കുപ്പിയാണോ എന്ന് അവളങ്ങനെ നിൽക്കെ കിഫ്രിക്ക് ഇതിൽ സംശയം തോന്നാൻ തുടങ്ങി. കാരണം അങ്ങനെ വരാൻ വഴിയില്ല. എന്തായാലും കാലിൻ നഗരത്തിലെ ആ ഷോപ്പിൽ നിന്നല്ലേ മഷി കൈപ്പറ്റിയത്. അവിടെയുള്ള മാസ്റ്റർ നോൾനോവയ്ക്കടുത്തേക്ക് ഇതുമായി പോയി തിരക്കാമെന്ന് ഗുരു തീരുമാനിക്കുന്നു. ഇതേക്കുറിച്ച് വേറെ ആരോടും പറയാതെ കോക്കോയ്ക്ക് പേന നഷ്ടമായെന്നും അതിനുവേണ്ടി പോവുകയാണെന്നും ഓൾഡ്രിജിയെ ധരിപ്പിച്ച് കുട്ടികളെ അയാൾക്കൊപ്പം അയച്ച ശേഷം കാലിനിലേക്ക് യാത്ര തിരിക്കുന്നു. എന്നാൽ നമ്മൾ തരിച്ചു പോകുന്നൊരു കാഴ്ച കാണുകയാണ്. കോക്കോയുടെ ആ മഷിയിൽ ഇപ്പോൾ രക്തത്തിൻ്റെ അംശമുണ്ട്, അതും ബ്രിംഡ് ക്യാപ്സിൻ്റെ. അന്ന് അവളെ പിടികൂടിയ ശേഷം നിഗൂഢമായ സ്ഥലത്ത് വെച്ച് ഒരു ബ്രിംഡ് ക്യാപ്പ് മന്ത്രവാദി സ്വന്തം കൈമുറിച്ച് ചോരത്തുള്ളികൾ ആ കുപ്പിലേക്ക് മഷിയുമായി കലർത്തുകയായിരുന്നു. അതിനുള്ളിൽ മറ്റു കൃത്രിമങ്ങളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. കേവലം ചെറിയൊരു മന്ത്രത്തിന് പോലും ഭീകരമായ എഫക്റ്റ്. അങ്ങനെ കാലിനെത്തുമ്പോൾ കോക്കോയ്ക്ക് അടുത്ത അതിശയം. മുൻപ് വന്നപ്പോൾ ഉള്ള ഷോപ്പും കാണാനില്ല, കഥകുമില്ല. കിഫ്രി ഇത് കണ്ട് ഒരു പക്ഷേ ഇന്ന് കട അവധിയായിരിക്കും എന്ന് നിൽക്കെയാണ് നോൾനോവയുടെ ചെറുമകൻ ടാർട്ട് അവിടേക്ക് എത്തുന്നത്. തൻ്റെ അപ്പൂപ്പിൻ്റെ കട അടച്ചിടേണ്ട സമയമായിരുന്നിട്ടും അവൻ അവരെ അകത്തേക്ക് കയറ്റുന്നു.
കിഫ്രി മുകളിലേക്ക് പോകുമ്പോൾ കോക്കോ ടാർട്ടയുടെ കൂടെ പോകുന്നു. കാരണം അവളുടെ കാലിലെ മുറിവും പോറലും കണ്ട് അത് വെച്ച് കിട്ടിത്തരാമെന്ന് ടാർട്ട പറഞ്ഞതുകൊണ്ടാണ്. ഇതേസമയം കിഫ്രി നോൾനോവയുടെ അടുത്ത് സംസാരിക്കാനായി മുകളിലത്തെ നിലയിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം കരുതുന്നത് മുന്നേ പാവിയെ തറയോടിൽ കണ്ട മഷിയെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞിരുന്നില്ലേ, അതിൻ്റെ കാര്യം അറിയാനാണെന്നാണ്. എന്നാൽ കിഫ്രി കോക്കോയുടെ ആ മഷിക്കുപ്പി നോൾനോവയ്ക്ക് മുന്നിലേക്ക് എടുത്തു വയ്ക്കുന്നു. അത് സൂക്ഷിച്ചു നോക്കി അതിലെ ചില നേരിയ നിറവ്യത്യാസം കണ്ട് നോൾനോവ അത്ഭുതപ്പെടുന്നു. കാരണം ഇത് തൻ്റെ വയൽക്കുപ്പിയാണ്, എന്നാൽ മഷി വേറിയതും. പക്ഷേ അതിനുള്ളിലെ മഷി മുൻപ് തെരുവിൽ നിന്നിട്ടിയ കല്ലുകളിലെ മഷിക്ക് സമാനമായിരുന്ന പോലെ ഒരു സംസാരം വരുന്നതും കിഫ്രിക്ക് ആന്തൽ. അവനിലേക്കും ആ സംശയം വരികയാണ്. ഇനി ആ വിചിത്ര ലോകത്ത് പെട്ടുപോയ സമയത്ത് ബ്രിംഡ് ക്യാപ്സിൻ്റെ പിടിയിൽ പെട്ടതുമൂലം സംഭവിച്ചതാകുമോ ഇത്? ഇന്നേരം കോക്കോ അവൾക്ക് ത്രില്ലുണ്ടാക്കുന്ന മൊമെൻറ്റ്സിലാണ്. പലതരം മാന്ത്രിക സാമഗ്രികൾ ചുറ്റുമെങ്ങും. അതെല്ലാം എന്താണെന്നറിയാൻ വലിയ കൗതുകം. മാന്ത്രിക മഷികളിൽ പലതരം ഉണ്ടെന്നും അവ മന്ത്രങ്ങളെ വിവിധ തരത്തിൽ ബാധിക്കുമെന്നും ടാർട്ട കോക്കോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഒരു സ്പെല്ലിൻ്റെ ഉദ്ദേശത്തെ മാറ്റുക, അതിനെ അദൃശ്യമാക്കുക, കൂടുതൽ ദൈർഘ്യമേറിയതാക്കുക, അങ്ങനെ സവിശേഷതകളുള്ള പല വസ്തുക്കളും അവൾ ചൂണ്ടിക്കാട്ടി ചോദിക്കുന്ന വെച്ച് ടാർട്ട പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതെല്ലാം നല്ല ത്രില്ലിൽ കേട്ടിരിക്കുന്ന കോക്കോയും. ബ്രിംഡ് ക്യാപ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആവശ്യത്തിൽ കിഫ്രി ആ മഷിയിൽ നിന്ന് പരീക്ഷിച്ച് നോക്കുന്നു. ഇതൊരു ട്വിൻഡ് ബോട്ടിൽ സ്പെല്ലാണ്. 2 കുപ്പികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പോലൊരു വിദ്യ. അതിലെ ഒന്ന് മാത്രമാണ് ഈ മുന്നിലുള്ള വയൽ. നോൾനോവ എന്താകുമെന്ന് ആശങ്ക പ്രകടിപ്പിച്ച് എതിർക്കുന്നെങ്കിലും കിഫ്രിക്ക് അറിഞ്ഞേ തീരൂ. അവനൊരു ചെറിയ മുദ്ര മാത്രമാണ് വരച്ചെങ്കിലും അതിൽ നിന്നുണ്ടായ വെളിച്ചം വളരെ ശക്തമായിരുന്നു. അത് കുറച്ചു നേരത്തേക്ക് അവിടെ എല്ലാം കണ്ണടപ്പിച്ച് കളയുന്നു. ആ വെളിച്ചം എത്രത്തോളം ശക്തമായിരുന്നെന്നാൽ താഴത്തെ നിലയിലുണ്ടായിരുന്ന കോക്കോയുടെയും ടാർട്ടയുടെയും മേൽ വരെ അത് എഫക്റ്റ് ഉണ്ടാക്കുന്നു. അവിടെ ഇന്നേരം കോക്കോ ടാർട്ടയോടായി മുകളിലെ തട്ടിലിരിക്കുന്ന ഒരു കുപ്പിയിൽ എന്താണെന്ന് ചോദിച്ചു നിൽക്കുകയാണ് ഈ സംഭവം. ടാർട്ട ഏതാണെന്ന് വിരൽ ചൂണ്ടിക്കാണിക്കാൻ നിർബന്ധിക്കെ ഈ പ്രകാശം മിന്നൽ പോലെ പതിക്കുന്നതും ആ ഞെട്ടലിൽ ജാറുകൾ മിക്കതും അബദ്ധത്തിൽ തട്ടി താഴേക്കിടുന്നു. ഭാഗ്യത്തിനൊന്നും പൊട്ടിപ്പോയില്ല. ജാറുകളിലെ നെയിം ടാഗും ചീറിപ്പോയത് കണ്ട് ടാർട്ട ഇനി എങ്ങനെ ഇത് അടുക്കി വയ്ക്കുമെന്ന് വിഷമിക്കുന്നത് കണ്ട് കോക്കോ പറഞ്ഞു, എന്തിനാ വിഷമിക്കണേ? നിനക്കിതെല്ലാം കൃത്യമായി അറിയാമല്ലോ, എന്നോട് എല്ലാത്തെക്കുറിച്ചും പറഞ്ഞു തന്നല്ലേ. എന്നാൽ ടാർട്ടയ്ക്ക് ദേഷ്യം വരുന്നു. നിങ്ങളെപ്പോലുള്ള ഒരാളല്ല ഞാനെന്നും, സിൽവർ വാഷാണ് ഞാൻ. അതുകൊണ്ട് എത്ര ആഗ്രഹിച്ചാലും ഒരു മന്ത്രവാദിയാകാൻ ജീവിതത്തിൽ സാധിക്കില്ല എന്ന നിരാശയോടെ അവൻ കോക്കോയോട് പോകാൻ പറഞ്ഞു. കോക്കോയ്ക്ക് ഇവരെന്താ ഈ പറയുന്നതെന്നൊന്നും മനസ്സിലായില്ല. അവളവിടുന്ന് മാറുമ്പോൾ മുകളിൽ നോൾനോവയും അന്തിച്ചു പോയിരിക്കുന്നു. ഇത്രയും കൊടിയ അപകടമേറിയ വിലക്കപ്പെട്ട മന്ത്രം ഉപയോഗിക്കപ്പെട്ടതിൽ തനിക്ക് ഈ രഹസ്യം ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയില്ലെന്നും നൈറ്റ്സ് മൊറാൽസിനോട് എല്ലാം പറയുമെന്നും നോൾനോവ കിഫ്രിയോട് വ്യക്തമാക്കുന്നു. എന്നാൽ ഭയപ്പെടുത്തുന്നൊരു മുഖഭാവത്തോടെ ബ്രിംഡ് ക്യാപ്സിലേക്കുള്ള തൻ്റെ ആദ്യത്തെ വഴി ഇപ്പോൾ പിടിവെളിയായി കിട്ടിയിട്ടുള്ള കിഫ്രി ഇതാരും അറിയരുതെന്ന് കർക്കശമായി പറയുകയാണ്. ഒടുക്കം നോൾനോവയോട് പലതവണ ശപാപണം നടത്തിക്കൊണ്ട് ഒരു രൂക്ഷമായ തീരുമാനത്തിൽ അറച്ചു നിൽക്കുന്ന അയാൾക്കടുത്തേക്ക് അവൻ നീങ്ങുകയാണ്. ഈ രഹസ്യം കാത്തു സൂക്ഷിക്കാൻ താൻ ഏതറ്റം വരെയും പോവും എന്ന പോലെ തയ്യാറായി നിൽക്കുന്ന ഭാവമായിരുന്നു അപ്പോൾ. പിന്നീട് തിരികെ കോക്കോയ്ക്കടുത്തേക്ക് എത്തുമ്പോൾ കിഫ്രി വളരെ സ്നേഹത്തോടെ തൻ്റെ ശിഷ്യയോട് ഒരു കള്ളം പറയുന്നു. നേരത്തെ ആ മഷി നല്ല വിലപിടിപ്പുള്ള ഒന്നായിരുന്നു, അത് നോൾനോവ അബദ്ധത്തിൽ തന്നതാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് പകരമായി അവൾക്കൊരു പുതിയ മഷിക്കുപ്പിയും ഒരു ബാഗ് സമ്മാനിക്കുമ്പോൾ അവളുടെ മനസ്സിൽ മുന്നേ ടാർട്ട പറഞ്ഞ സിൽവർ വാഷിനെ കുറിച്ചുള്ള ചിന്തയാണ്. അങ്ങനെ മാസ്റ്ററിലൂടെ അവൾ അറിയുകയാണ്, സിൽവർ വാഷ് എന്നാൽ ആ അവസ്ഥയിലുള്ള ആളുകൾക്ക് നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയില്ല. എല്ലാം വെള്ളി നിറമായേ അവർക്ക് കാണാൻ സാധിക്കൂ. വിച്ചുകൾക്ക് നല്ല കാഴ്ചശക്തി പ്രധാനമായതുകൊണ്ട് തന്നെ സിൽവർ വാഷ് കണ്ണുകളുള്ളവർക്ക് മാജിക് നന്നായി ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ മന്ത്രവാദികളാകാൻ സാധിക്കുകയുമില്ല. ടാർട്ട ഒരു സിൽവർ വാഷ് ആയതുകൊണ്ടാണ് ആ കുപ്പികൾ കൃത്യമായി ലേബിൾ ചെയ്യാൻ കഴിയില്ലെന്ന് വിഷമിച്ച് നിന്നത്. അവനെല്ലാം ഒരേ നിറമാണ്. ഏതെല്ലാമാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ ആ ഇരിക്കുന്ന സ്ഥലം വെച്ച് അവന് കൃത്യമായി അതിൻ്റെ സവിശേഷതകൾ അറിയാൻ കഴിയും. ഒരു മന്ത്രവാദിയാകണമെന്ന ആഗ്രഹവും ഇതുപോലും നടക്കില്ലെന്ന നല്ല നിരാശയും വിഷമവും ഉള്ളതുകൊണ്ടാണ് അവനങ്ങനെ പെരുമാറിയത് എന്ന് കോക്കോ മനസ്സിലാക്കി പോകുമ്പോൾ ഒരു കാര്യം കൂടി അറിയാനുണ്ടല്ലോ, മുകളിൽ കിഫ്രി എന്താണ് ചെയ്തത്? തിരികെ എത്തുന്ന ടാർട്ട തൻ്റെ അപ്പൂപ്പൻ ജാറുകൾ കൃത്യമായി ലേബിൾ ചെയ്ത് ഒതുക്കി വയ്ക്കുന്നത് കണ്ട് അവൻ ക്ഷമ ചോദിച്ചുകൊണ്ട് മുന്നേ വന്ന ശക്തമായ വെളിച്ചം എന്തിൻ്റേതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നോൾനോവയുടെ മറുപടിയോ, വെളിച്ചമോ? ഏത് വെളിച്ചം? ഞാനൊന്നും കണ്ടില്ലല്ലോ. ടാർട്ട ഇത് കേട്ട് അതിശയിച്ച് നിൽക്കുവാണ്. തുടക്കം മുതൽക്കേ കിഫ്രി ഒരു സംശയാസ്പദമായ കഥാപാത്രമായി കാണിക്കാൻ വിച്ച് ഹാറ്റ് ടില്ലിയർ മടിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ തൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ താൻ എന്തും ചെയ്യുമെന്ന കാര്യം അവനൊടുവിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആളുകളുടെ ഓർമ്മകൾ മായ്ച്ചു കളയുന്നതിന് നൈറ്റ്സ് മൊറാൽസിനെ കുറ്റപ്പെടുത്തിയ അതേ കിഫ്രി തന്നെ യാതൊരു മടിയുമില്ലാതെ ഇപ്പോൾ നോൾനോവയുടെ ഓർമ്മകൾ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. അവനിപ്പോഴും ഒരു നല്ല മനുഷ്യൻ തന്നെയാണ്. അതുതന്നെയാണ് ഈ കഥയെ കൂടുതൽ രസകരമാക്കുന്നത്. ചെയ്ത കാര്യങ്ങൾ കൊണ്ട് മാത്രം കിഫ്രി ഒരു വില്ലനായി മുദ്രകുത്താൻ കഴിയില്ല. അയാൾ വളരെ ദയയും സ്നേഹവുമുള്ള, എന്നാൽ തൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സങ്കീർണമായ കോംപ്ലക്സ് കഥാപാത്രമാണ്. കിഫ്രിയുടെ പ്രതികാരത്തിൻ്റെ പാത അവനെയും അവൻ്റെ ശിഷ്യരെയും പരസ്പരം എങ്ങനെ ബാധിക്കും എന്നാണ് നമ്മളിനി അറിയേണ്ടത്.
തീർച്ചയായും അത് കഥയിലെ വലിയൊരു വഴിത്തിരിവായിരിക്കും. നിലവിൽ ടാർട്ടയോ കോക്കോയോ മറ്റു ശിഷ്യരോ ഒന്നും ഈ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നില്ല. എങ്കിലും അത് അവരെയും ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഭാവി അഥവാ ഈ കഥയുടെ വരാനിരിക്കുന്ന ഭാഗങ്ങൾ കൂടുതൽ ആകാംക്ഷഭരിതവും ആവേശകരവുമായി മാറുന്നു. അപ്പോൾ കോക്കോയുടെയും മാന്ത്രിക ലോകത്തിൻ്റെയും മറ്റൊരു മനം മയക്കും അധ്യായവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം സുഹൃത്തുക്കളെ. നല്ല സന്തോഷമായിരിക്കുക.